വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കേന്ദ്രത്തിൽ വലിയ പോര് നടക്കുകയാണ്. തമിഴ്നാട്, പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വനിതാ സംവരണം നടപ്പാക്കണം എന്ന ആവശ്യം ഉയർത്തി പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഏപ്രിൽ 17 ഇന്ത്യയ്ക്ക് കറുത്ത ദിനം എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി MP-യുടെ പ്രതികരണം. കോൺഗ്രസും DMK-യും തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷം വനിതാ സംവരണത്തെ പരാജയപ്പെടുത്തിയെന്ന പ്രചാരണമാണ് BJP നടത്താൻ പോകുന്നത്. തമിഴ്നാട്, ബംഗാൾ തെരഞ്ഞെടുപ്പുകളിൽ ഇത് സജീവ ചർച്ചാ വിഷയമാക്കും. സ്ത്രീവിരുദ്ധ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന പ്രചാരണം താഴെത്തട്ടിലെത്തിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. कांग्रेस का जो एंटी वुमेन है एलायंस है वो पूरा एक्सपोज हुआ. एक एक विषय पे हमारे नेताओं ने, हमारे प्रधानमंत्री जी ने तो स्पष्ट रूप से कहा कि हम तो पूरा यश आपको देना चाहते हैं. ये यश लेने की लड़ाई नहीं है, ये लड़ाई महिलाओं को अधिकार दिलाने की है. पर यश तो दूर, वो तो अपने ही पैर पे कुल्हाड़ी मार रहे हैं. BJP-യിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ये समझ नहीं पा रहे हैं कि आज भारत बदल गया है. भारत की जनता देख रही है, समझ रही है. നിലവിലെ 543 സീറ്റുകളിൽ വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടും. 2023 പാസ്സാക്കിയിട്ടുള്ള വനിതാ സംവരണ ബില്ല് അനുസരിച്ച് 543 അംഗ ലോക്സഭയിൽ 1/3 വനിതാ സംവരണം കൊടുക്കാൻ അവർ തയ്യാറാകണം. ഒരു മിനിറ്റ് പോലും അതിനകത്ത് വൈകാൻ പാടില്ല. അതിന് നടപടികൾ അവർ അടിയന്തരമായിട്ട് ആരംഭിക്കണം. അതേസമയം BJP പ്രചാരണത്തെ ചെറുക്കാൻ ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.